ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണ ഉത്തരവിൽ തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കിഫ്ബി CEO KM എബ്രഹാം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് KM എബ്രഹാം കത്തയച്ചു. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഗുരുതര ആരോപണവും കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ജോമോൻ പുത്തൻപുരയ്ക്കലിന് PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് എന്നാണ് KM എബ്രഹാമിന്റെ ആരോപണം. താൻ ധനവകുപ്പ് സെക്രട്ടറിയായിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന രണ്ടുപേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും കത്തിൽ പറയുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 42,000-ഓളം തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെട്ടത് സ്വകാര്യ ഗ്രൂപ്പുകളുടെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. സൗദി നിശ്ചയിച്ച സമയപരിധി സ്വകാര്യ ഹജ്ജ് സർവീസ് ഏജൻസികൾ പാലിച്ചില്ല. എന്നാൽ കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചു. 1,75,025 ഇത്തവണയും ഇന്ത്യയുടെ ഹജ്ജ് കോട്ട. 1,22,518 പേർക്ക് ഹജ്ജ് കമ്മിറ്റി വഴിയും 52,507 പേർക്ക് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരമുള്ളത്. ഹാജിമാരുടെ യാത്ര, താമസം തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടും സ്വകാര്യ ഗ്രൂപ്പുകൾ തങ്ങളുടെ തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കിയില്ല എന്നാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്. സമയപരിധി അവസാനിച്ചതോടെ ഹജ്ജ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ ഇല്ലാതായി. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ഒരു രാജ്യത്തിനും നീട്ടി നൽകുന്നില്ല എന്നാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. കനത്ത ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്നതിനാൽ മിനയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ കൈമാറിയവർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് മുൻഗണന എന്നും മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നിരന്തരമായ ഇടപെടൽ വഴി സ്വകാര്യ ഗ്രൂപ്പുകളിലെ 10,000 പേർക്ക് അവസരം നൽകാൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം സമ്മതിച്ചു. ഇതിനായി നുസുക്ക് പ്ലാറ്റ്ഫോം താൽക്കാലികമായി തുറക്കും. അതായത് സ്വകാര്യ കോട്ടയായ 52,507-ൽ 10,000 പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും. 42,507 തീർത്ഥാടകർക്കും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കില്ല. അതേസമയം പരമാവധി തീർത്ഥാടകർക്ക് അവസരം ലഭിക്കാൻ മന്ത്രിതല ഇടപെടൽ നടക്കുന്നുണ്ടെന്നും ഈ ശ്രമം തുടരുമെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ ഗ്രൂപ്പുകളിൽ പലതും പണം പൂർണ്ണമായും അടച്ചതായാണ് വിവരം. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ കോർഡിനേഷൻ സംവിധാനമായ CHGO വഴിയാണ് പണം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് വിവരങ്ങൾ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ വീഴ്ചയല്ലെന്ന് ഓൾ ഇന്ത്യ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ. തീർത്ഥാടകരുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ സജീവമായ ഇടപെടൽ വേണമെന്ന് അധികൃതരോട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയായ 52,507-ൽ 42,507 പേർക്കും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതിന് കാരണക്കാർ സ്വകാര്യ ഗ്രൂപ്പുകളാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് സ്വകാര്യ ഗ്രൂപ്പുകൾ വിശദീകരിക്കുന്നത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കി. സൗദിയുടെ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കൈമാറി. എന്നാൽ സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് വീഴ്ച സംഭവിച്ചിരിക്കാമെന്ന് സ്വകാര്യ ഹജ്ജ് ടൂർ ഓപ്പറേറ്റർമാർ സംശയിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 10,000-ലേറെ തീർത്ഥാടകർക്ക് അവസരം നഷ്ടപ്പെടുമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ സെക്രട്ടറി MA അസീസ് പറഞ്ഞു. ഈ കാര്യത്തിൽ നിരപരാധികളായ ഹാജിമാരും അതുപോലെ തന്നെ മുഴുവൻ പണമടച്ച ഏജന്റുമാരും വളരെയധികം പ്രയാസത്തിലും പ്രശ്നത്തിലുമാണുള്ളത്. ഒന്നാമതായി ഏകദേശം ഒരു ഹാജിക്ക് 3.5 ലക്ഷം തൊട്ട് 4 ലക്ഷം അതിലേറെയും തുക അടച്ച ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും വരുന്ന തുക ഒന്നിച്ചടച്ച് എല്ലാ കാര്യങ്ങളും റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ളൊരു നിർദ്ദേശം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 10,000-ലധികം 12,000-ഓളം ഹാജിമാരുണ്ടാവുമെന്നാണ് അനുമാനിക്കുന്നത്. അവസരം ലഭിക്കുന്ന 10,000 തീർത്ഥാടകരെ പല ഗ്രൂപ്പുകൾക്കായി വീതം വെക്കുമ്പോൾ തീർത്ഥാടകർക്ക് പ്രതീക്ഷിക്കുന്ന സേവനം നൽകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് 52,000 ആളുകളുടെ ഹജ്ജിൽ നിന്ന് 10,000 പേർക്ക് മാത്രം ഹജ്ജിന് അനുമതി ലഭിച്ചാൽ തന്നെ അവരെ കൊണ്ടുപോകുക പ്രയാസമാണ്. രണ്ടാമത് 50ഓളം ആൾ വരുന്ന മിനിമം 50 ഉള്ള ഒരു ഗ്രൂപ്പിൽ ഒരു അമീറും ഒരു ഗൈഡും ഉണ്ടാവും.
അവിടെ നേതൃത്വത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നടത്തുക. അവരെ പ്രതീക്ഷിച്ചാണ് ആളുകൾ ഹജ്ജിന് വേണ്ടി ബുക്ക് ചെയ്തത്. അതിൽ 10 പേർക്ക് മാത്രം അവസരം ലഭിച്ചാൽ അവർ കൊണ്ടുപോവുക അസാധ്യമാണ്. കൊണ്ടുപോയാൽ തന്നെ അവർക്ക് സംതൃപ്തമായ ഹജ്ജ് ലഭിക്കുകയില്ല. മാത്രമല്ല നിരാലംബരും അതുപോലെ തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവരുമായ ആളുകളാണ് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ കാര്യമായി ബുക്ക് ചെയ്യാറുള്ളത്. സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ മുഴുവൻ തീർത്ഥാടകർക്കും അവസരം നൽകണമെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുകൂലമായ പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവരുടെ എണ്ണം 1,75,025 നിന്നും 1,32,500 ചുരുങ്ങും. ഇതിൽ സ്വകാര്യ ഗ്രൂപ്പിലെ 10,000 ഉൾപ്പെടും. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി തീർത്ഥാടനം ഉദ്ദേശിക്കുന്നവരുടെ യാത്രയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കത്തെഴുതി. നുസുക് പ്ലാറ്റ്ഫോം വഴിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് കോട്ട തടഞ്ഞുവെച്ചത്. നുസുക് പോർട്ടൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഹജ്ജ് യാത്രയ്ക്ക് കുറ്റമറ്റ രീതിയിൽ സംവിധാനമൊരുക്കുന്ന കേന്ദ്ര സർക്കാർ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. സ്വകാര്യ കോട്ട മുഴുവൻ പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ഇടപെടൽ തേടണമെന്നും AP അബൂബക്കർ മുസ്ലിയാർ കത്തിൽ ആവശ്യപ്പെട്ടു. കുവൈത്തിൽ നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇനി മുതൽ സഹൽ ആപ്പ് വഴി ലഭ്യമാകും. ന്യൂ ബോൺ ജേണി എന്ന പേരിലാണ് പുതിയ സേവനം. നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ ഉൾപ്പെടെ 7ഓളം സേവനങ്ങൾ സർക്കാർ കാര്യാലയങ്ങളിൽ പോകാതെ സഹൽ ആപ്പ് വഴി ലഭ്യമാകും. ജനന സർട്ടിഫിക്കറ്റ് നൽകൽ, കുഞ്ഞിന്റെ പേര് ചേർക്കൽ, സിവിൽ നമ്പർ അനുവദിക്കൽ, സിവിൽ ID അപേക്ഷ സമർപ്പിക്കൽ മുതലായ സേവനങ്ങളാണ് പുതിയ സംവിധാനം വഴി ലഭ്യമാകുക. മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയുടെ 74ാമത് ക്യാഷ് റാഫിൽ നറുക്കെടുപ്പിലെ വിജയികളെ പ്രഖ്യാപിച്ചു. നറുക്കെടുപ്പിൽ $1,00,000 സമ്മാനത്തിന് മലയാളി അർഹനായി. മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചിൽ വെച്ച് സർക്കാർ പ്രതിനിധികളുടെയും മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ $1,00,000 പ്രവാസി മലയാളിയായ അനസ് അസീസ് സ്വന്തമാക്കി. മസ്കറ്റ് വിമാനത്താവളത്തിൽ സുഹൃത്തിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ എടുത്ത ടിക്കറ്റിനായിരുന്നു അനസിന് ഒന്നാം സമ്മാനം ലഭിച്ചത്. ഞാൻ 17 വർഷമായിട്ട് ഒമാനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇത് കാണുന്നതും ടിക്കറ്റ് എടുക്കുന്നതും. ഇതിനു മുമ്പ് ഞാൻ 4 പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഫസ്റ്റ് കോൾ വന്നപ്പോൾ തന്നെ ഞാനാകെ സർപ്രൈസായി പോയി. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നറുക്കെടുപ്പിലെ രണ്ടാം സമ്മാനമായ $15,000 സൂട്ടർ അലങ്ങാടൻ ലോനപ്പുരം, മൂന്നാം സമ്മാനം $10,000 ബംഗ്ലാദേശ് സ്വദേശി മുഹമ്മദ് സുഹാഗും കരസ്ഥമാക്കി. मैं जनवरी का 27 में ये राफेल ड्रॉ टिकट खरीदा था, वो अल्हम्दुलिल्लाह मेरे को मिल गया थर्ड राफेल ड्रॉ में. മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയുടെ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ CEO റിനാറ്റ് വിജയികൾക്കുള്ള സമ്മാനത്തുക കൈമാറി. We now on to our draw 75, which has already started, and we're selling tickets online in our stores, also on land side of Muscat International Airport. So you don't have to travel; you can just come and purchase the ticket from our kiosk. So don't hesitate, come and purchase the ticket, and you can be the next winner. 75ാമത് മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ ക്യാഷ് റാഫിലിന്റെ വിൽപ്പന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയും ഓൺലൈനായും റാഫിൽ കൂപ്പൺ വാങ്ങാമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ഒമാൻ. കുവൈത്തിൽ മലയാളിയായ 16-കാരി ഹൃദയാഘാതം മൂലം മരിച്ചു. പത്തനംതിട്ട മൈലപ്ര സ്വദേശി ഷാരോൺ ജിജിയാണ് മരിച്ചത്. ജിജി സാമുവൽ ആശാ ദമ്പതികളുടെ മകളാണ്. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫർവാനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. റിയാദിൽ വാഹനാപകടത്തിൽ മലയാളി IT ടെക്നീഷ്യൻ മരിച്ചു. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്വദേശി റയീസ് ബറാമിയാണ് മരിച്ചത്. റിയാദിലെ അൽഗാത്ത് മെദിനബ് റോഡിൽ ഇദ്ദേഹം സഞ്ചരിച്ച കാറും ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂടെ യാത്ര ചെയ്തിരുന്ന ഭാര്യ നിദ സഫർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബ്ലഡ് ഡോണേഴ്സ് കേരള സൗദി ചാപ്റ്ററിന്റെ 10ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി അംഗങ്ങൾക്കുള്ള ജേഴ്സി വിതരണം സംഘടിപ്പിച്ചു. റിയാദിലെ മലാസ് ലുലു മാളിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കിങ് സൗദ് മെഡിക്കൽ സിറ്റി ആശുപത്രി ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഡോക്ടർ ഖാലിദ് അൽ സൗദ് നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സൗദി VDK നിരവധി രക്തദാന ക്യാമ്പുകളും 6000-ൽ പരം യൂണിറ്റ് രക്തദാനവും നടത്തിയതായി സംഘാടകർ അറിയിച്ചു.
റിയാദിൽ നിന്നും ദമാമിലേക്ക് വരുന്ന വഴിയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. ദമാം മെഡിക്കൽ കോംപ്ലക്സ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തിരൂർ പരിയാപുരം സ്വദേശി പുഴക്കര അബ്ദുൽ സമദാണ് മരിച്ചത്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. മസ്കറ്റിലെ പ്രാദേശിക കൂട്ടായ്മയായ നന്മ കാസർഗോഡ് മലബാറിലെ പൂര ഉത്സവത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കുന്ന ലഘു വീഡിയോ ഫീച്ചർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. പൂരത്തിന്റെ പ്രത്യേകതകളും അത് നടത്തുന്നതിന്റെ സവിശേഷ സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് FB മീഡിയ പ്രൊഡക്ഷൻസ് മസ്കറ്റിന്റെ വീഡിയോഗ്രാഫിയിൽ ചെയ്ത ലഘു വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. വഖഫ് ഭൂമി തർക്കത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പം വിഷയത്തിൽ നിയമപോരാട്ടം തുടരണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്രമന്ത്രിയിൽ നിന്ന് ആഗ്രഹിച്ച പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് മുനമ്പം സമരസമിതി പ്രതികരിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം സമരപ്പന്തലിലെത്തിയത്. സമരപ്പന്തലിൽ നിരാഹാരം കഴിയുന്നവരെ കണ്ട ശേഷം കിരൺ റിജിജു മുനമ്പത്തെ ജനങ്ങളുമായി സംസാരിച്ചു. രാജ്യത്ത് വഖഫ് നിയമം ഭേദഗതി ചെയ്തത് മുനമ്പം ആവർത്തിക്കാതിരിക്കാനാണെന്ന് കിരൺ റിജിജു. പുതിയ നിയമം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി. We are for justice for everyone. We brought the Waqf Amendment Bill 2025 to change the draconian provisions which were in existence. മുനമ്പത്ത് ഒരിക്കൽ കൂടി എത്തുമെന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച മന്ത്രി പക്ഷേ മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രശ്നപരിഹാരം സംബന്ധിച്ച ഒരു ഉറപ്പും നൽകിയില്ല. I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും മുനമ്പം ജനത ആഗ്രഹിച്ച പ്രഖ്യാപനം കിരൺ റിജിജുവിൽ നിന്ന് ഉണ്ടായില്ലെന്ന് സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി. പ്രശ്നത്തിന് ഇന്ന് ഞങ്ങളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതെങ്കിലും അതുപോലെ ഒരു ഗുഡ് ന്യൂസാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങളെ അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഒന്നും വന്നില്ല. പകരം ഒരു 3 ആഴ്ചകളോ 4 ആഴ്ചകളോട് കൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് ഇന്ന് വാക്ക് നൽകിപ്പോയി. മുനമ്പത്ത് എത്തുന്നതിന് മുൻപ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെയും കിരൺ റിജിജു സന്ദർശിച്ചിരുന്നു. മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് കിരൺ റിജിജു ഉറപ്പു നൽകിയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ. മുനമ്പ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായിട്ട് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കിരൺ റിജിജുവിനൊപ്പം ഉണ്ടായിരുന്നു. 24 കൊച്ചി. മുനമ്പം ഭൂപ്രശ്നം BJPക്ക് ബൂമറാങ്ങായെന്ന് മന്ത്രി P. രാജീവ്. വഖഫ് ഭേദഗതി നിയമം ഭൂപ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയെന്നും മന്ത്രി വിമർശിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കള്ളി പുറത്തായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അല്ല, ഇപ്പോൾ ആയുധം ബൂമറാങ്ങായല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ അവിടെ മന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി വ്യക്തമായി സങ്കുചിത രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വിഭജനത്തിൻ്റെതായ ഒരു താല്പര്യമാണ് BJP ശ്രമിച്ചത്. അത് ഇന്ന് കുറെ കൂടി തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നിയമം പ്രശ്നത്തെ കുറെ കൂടി സങ്കീർണമാക്കി. ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടുകിടന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ലാതെ മുനമ്പത്തുള്ള ആളുകളുടെ പ്രശ്നം തീർക്കാൻ വളരെ സിമ്പിളായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ പറഞ്ഞത്. നീതി ഉറപ്പാക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിന്റെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ച ആക്ട് നടപ്പാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിൽ ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മതനിരപേക്ഷ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. നിയമത്തിനെതിരെ നാളെ കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം ലീഗ് മഹാറാലി സംഘടിപ്പിക്കും. ഏറെ വിവാദമായ വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമായെങ്കിലും അതേ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കേരളത്തിലെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പ്രതിഷേധങ്ങളിൽ LDF UDF മുന്നണികളെ കുറ്റപ്പെടുത്തി. നിയമ ഭേദഗതി മുസ്ലിം വിഭാഗത്തിനെതിരില്ലെന്നും BJPയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താനാണ് ശ്രമമെന്നും കേന്ദ്രമന്ത്രി. മുനമ്പം രാജ്യത്തിനി ആവർത്തിക്കില്ല. There are some campaign going on to set a narrative. The central government is working against Muslim community. No, we are here to correct the mistakes. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ മതേതര സമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും മൗലികാവകാശങ്ങളിലും മതസ്വാതന്ത്ര്യത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും
പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മുനമ്പം വിഷയം പരിഹരിക്കാതെ വിവിധ സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരത്തിലെത്തുകയാണ് CPM-ന്റെ ലക്ഷ്യമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നിയമ ഭേദഗതിക്കെതിരെ നാളെയാണ് കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം ലീഗിന്റെ മഹാറാലി. 2 ലക്ഷത്തോളം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് കലാപത്തിന് ബംഗ്ലാദേശ് ബന്ധമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. നുഴഞ്ഞുകയറ്റക്കാരുടെ നീക്കം തടയുന്നതിൽ മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മുർഷിദാബാദിലും ഭാൻഗറിലും സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. മൂർഷിദാബാദിലും ബാൻഗറിലുമുണ്ടായ സംഘർഷങ്ങൾക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറിയവർ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തെ സർക്കാർ വിരുദ്ധ കലാപമായി ആളിക്കത്തിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഏജൻസികളുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നുഴഞ്ഞുകയറ്റക്കാരുടെ ഈ നീക്കങ്ങളെ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ദൂലിയാനിൽ പിതാവിനെയും പുത്രനെയും കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. IB, CID, STF എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഇവരെ പിടികൂടിയത്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ച 1093 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് ബ്ലോക്ക് ചെയ്തു. ബാൻഗർ സംഘർഷത്തിൽ 8 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമെങ്കിലും സംഘർഷ സാഹചര്യം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. 24 ഡൽഹി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ED. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെയും ചോദ്യം ചെയ്യും. കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് കോൺഗ്രസ്. സോണിയാഗാന്ധിയെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയുമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡൽഹി പട്യാല റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാവ് സാം പിത്രോഡ, സുമൻ ദുബൈ എന്നിവരുടെ പേരുകളുമുണ്ട്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡിന്റെ പേരിലുള്ള 166 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ED ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രവും സമർപ്പിച്ചത്. പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് കേസ്. യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വരുന്ന സ്വത്തുക്കൾ നിയമവിരുദ്ധമായി ഏറ്റെടുത്തെന്നും ആരോപണമുണ്ട്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെയും ഭീഷണിയുടെയും ഭാഗമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചു. അതിനിടെ ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ റോബർട്ട് വദ്രയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഹരിയാന ഷിഖാപൂരിൽ 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി 58 കോടി രൂപയ്ക്ക് മറച്ചുവിറ്റ കേസിലാണ് ED നടപടി. 24 ഡൽഹി. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40 presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു. യാത്രയ്ക്ക് കോഴിക്കോട് ജനത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ യാത്രയ്ക്ക് ആശംസകളുമായി എത്തി. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് SKN40 യാത്ര തുടങ്ങിയത്. കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു. SKN40ക്ക് ആദ്യം ഒരു അഭിനന്ദനം. ഒരു ചെറിയ കുട്ടി അഡിക്റ്റ് ആയാൽ
ആ കുട്ടിക്ക് 7 വർഷമേ ജീവിതമുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഭീകരത പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, അത്ര അങ്ങനെ ഭീകരമായ ഒരു സാധനം ഇന്ന് വരെ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരാളും ഇതറിഞ്ഞാൽ നിശബ്ദരായിരിക്കരുത്. അറിഞ്ഞാൽ ഉടൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി സംശയമുണ്ട് എന്നേ പറയണ്ടു. ലഹരിക്കെതിരായ പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് വിശദീകരിച്ചു. നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ്, ആൾക്കാരുടെ ഇൻഫർമേഷനോട് തന്നെയാണ് നമുക്ക് കൂടെ പിടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടൊരു നല്ല കാര്യം, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ കൂടുതൽ വരാൻ തുടങ്ങി. ആന്റി പോലീസായിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിനോട് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. സൊസൈറ്റി റിസൾട്ടാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനിടാൻ പറ്റൂ. മിഠായി തെരുവിൽ വ്യാപാരികളും ലഹരിക്കെതിരായ യാത്രയിൽ പങ്കാളികളായി. ലഹരിക്കെതിരെ താങ്കളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഒരു പര്യടനം നടത്തുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. കാരന്തൂർ മർക്കസിലും ലഹരി വിരുദ്ധ സന്ദേശവുമായി യാത്രയെത്തി. ഞാനറിയുന്ന കേരളം ഇതല്ല. എനിക്ക് കേരളത്തെ തിരിച്ചു പിടിച്ചേ പറ്റൂ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതെൻ്റെ ഒരു അവതാര ലക്ഷ്യമായി ഞാൻ കാണുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അണിചേരുന്നുണ്ട്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരമ്പിയാർക്കുന്ന ആവേശത്തോടെ എത്രയോ അമ്മമാർ വരുന്നു. ആറന്മുള ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഒരമ്മ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എൻ്റെ കാതുകളിൽ ഇപ്പോഴും വന്ന് അലയ്ക്കുന്നുണ്ട്. തലച്ചോറിൽ അഗ്നി വായിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ പലരും നടത്തുന്നു. ഇതൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെ തന്നെയാണ് കാണുന്നത്. മർക്കസിലെ മുഴുവൻ പേരും ഒന്നിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റും സ്വീകരണ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മുക്കം ടൗണിൽ നിന്നാണ് യാത്ര തുടങ്ങുക. 24 കോഴിക്കോട്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.